Welcome to all our physics video classes. Today we have to learn 9th standard physics chapter number 2 ചലനസമവാക്യങ്ങൾ അല്ലെങ്കിൽ equations of motion. വീഡിയോയിലേക്ക് കടക്കാം. This coconut tree is very tall. Is there any way to find its height? ഈ തെങ്ങിന് നല്ല ഉയരമുണ്ട്. ഇതിന്റെ ഉയരം കണ്ടെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? I can. എനിക്ക് കഴിയും. Provided the time taken by the coconut to reach the ground is given. തെങ്ങിൽ നിന്ന് തേങ്ങ തറയിൽ വീഴാൻ എടുക്കുന്ന സമയം കിട്ടിയാൽ മതി. ഹൗ ക്യാൻ ബി ഡു ദാറ്റ്? എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും നോക്കാം. അതിനായി ആദ്യം കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. എവരി ഓബ്ജക്റ്റ് ഹാസ് 2 സ്റ്റേറ്റ്സ്. വസ്തുക്കൾക്ക് 2 അവസ്ഥകളാണുള്ളത്. സ്റ്റേറ്റ്സ്, ഫസ്റ്റ് സ്റ്റേറ്റ് മോഷൻ, ചലനാവസ്ഥ. ദിസ് 2 പിക്ചേഴ്സ് ഇൻഡിക്കേറ്റ്സ് മോഷൻ. അനദർ വൺ ഈസ് റെസ്റ്റ്. നമുക്കിവിടെ നിന്ന് 2 അവസ്ഥകളാണ് വസ്തുക്കൾക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്ന് ചലനാവസ്ഥയും മറ്റൊന്ന് നിശ്ചലാവസ്ഥയുമാണ്. മോഷൻ സ്റ്റേറ്റ്സ്, റെസ്റ്റ്. മോഷൻ സ്റ്റേറ്റ്സ് ആൻഡ് റെസ്റ്റ്. ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും. നമുക്ക് ഇക്വേഷൻസ് നോക്കാം. ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് 3 ഇക്വേഷനാണ് വരുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാം ചലന സമവാക്യം, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, v = u + at. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? v = u + at. രണ്ടാം ചലന സമവാക്യം, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, s = ut + ½ at². രണ്ടാം ചലന സമവാക്യം s = ut + ½ at². Second equation of motion. First equation of motion, v = u + at. Second equation of motion, s = ut + ½ at². മൂന്നാം ചലന സമവാക്യം, third equation of motion, v² = u² + 2as. Third equation of motion, v² = u² + 2as. ഓരോ ലെറ്റേഴ്സും എന്തിനേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സമയം, ടൈം. ടൈം മീൻസ് ടി ഇൻഡിക്കേറ്റ്സ് ടൈം. ത്വരണം, ആക്സിലറേഷൻ. എ ഇൻഡിക്കേറ്റ്സ് ആക്സിലറേഷൻ. ദെൻ ഇനിഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. ഇനിഷ്യൽ വെലോസിറ്റി യു. യു ഇൻഡിക്കേറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി വി. വി മീൻസ് ഫൈനൽ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് എസ്. എസ് മീൻസ് displacement. Speed, s = d/t. Speed, s = d/t. d means distance by t, time. Its unit is meter per second. Its unit is meter per second. Speed is measured meter per second. Then velocity. Velocity v = s/t. s means displacement by time t. It's measured by meter per second. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ഓർത്തിരിക്കേണ്ടത്. സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. മീറ്റർ പെർ സെക്കൻഡിലാണ് യൂണിറ്റ് പറയുന്നത്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം മീറ്റർ പെർ സെക്കൻഡിലാണ് യൂണിറ്റ് പറയുന്നത്. ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഈ 2 കാര്യങ്ങളും ഒന്ന് തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. സ്പീഡ് മെഷർ ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. സ്കൂളുകളിലെല്ലാം ഓട്ടം മത്സരം വെക്കാറുണ്ട്. ഓട്ടം മത്സരത്തിൽ എത്രയാണ്? 100 മീറ്റർ, 200 മീറ്റർ അല്ലേ? മീറ്റർ എം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. 200 മീറ്റർ ഓടാനെടുത്ത സമയം, ടൈം, സെക്കൻഡ്. 30 സെക്കൻഡിൽ 200 മീറ്റർ ഓടി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റ് ഓർത്തിരിക്കുക. അതുപോലെ കിലോമീറ്റർ പെർ അവർ. എത്ര കിലോമീറ്ററാണ് 1 മണിക്കൂറിൽ പോയതെന്നാണ് പറയുന്നത്. അപ്പോൾ കിലോമീറ്റർ പെർ അവർ പറയും, മീറ്റർ പെർ സെക്കൻഡിൽ യൂണിറ്റ് പറയും. വെലോസിറ്റി അതുപോലെ തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡിലും കിലോമീറ്റർ പെർ അവറിലുമാണ് പറയുന്നത്. ഇവിടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഓർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു കാര്യം കൂടെ നോക്കാം നമുക്ക്. ത്വരണം, ആക്സിലറേഷൻ കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ആക്സിലറേഷൻ ഏത് ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എ എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നതാണ് a = v - u/t. ഈ ഇക്വേഷനിൽ നിന്നാണ്
ഒന്നാം ചലന സമവാക്യം ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്നാണ് ആക്സിലറേഷൻ്റെ എ നമ്മൾ കണ്ടുപിടിക്കുന്നത്. വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി. ഇവിടെ ടി ഇപ്പുറത്ത് വരുമ്പോൾ വി ബൈ ടി എന്നായി. അതുപോലെ യു പ്ലസ് യു ആണ്, ഇപ്പുറത്ത് വരുമ്പോഴേക്ക് മൈനസ് യു ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഈസിക്കൽ ടു വി മൈനസ് യു ബൈ ടി. ഇവിടെ വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി ആണ്, ഇവിടെ എ ഈസിക്കൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. എന്താണ് വി മൈനസ് യു എന്ന് പറയുന്നതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. വി ഈസിക്കൽ ടു ഫൈനൽ വെലോസിറ്റി, യു ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി. Final velocity minus initial velocity is the change in velocity. What is change in velocity? Change in velocity is the final velocity minus initial velocity divided by time. This is the acceleration. മെയിൻ ആയിട്ട് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഇൻക്രീസ് then a acceleration is positive. If change in velocity is decrease, a acceleration is negative. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു 5 ആണ് കിട്ടിയാൽ അത് പോസിറ്റീവാണ്, അല്ലെങ്കിൽ 2 ആണ് എങ്കിൽ പോസിറ്റീവാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് ആൻസർ കിട്ടിയത് -2 ആണ് എങ്കിൽ എന്താണ്, നെഗറ്റീവാണ്. അതിന് പറയുന്നതാണ് റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം. റിട്ടാർഡേഷൻ എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പാഠത്തിലോട്ട് പോകാം. ക്യാൻ യു ക്ലിയർ ദ ഡൗട്ട് റേസ്ഡ് ബൈ ദ ഗേൾ? ആ പെൺകുട്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് പറയാമോ? ലെറ്റ്സ് ട്രൈ. നമുക്ക് ശ്രമിച്ച് നോക്കാം. ദ വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് സ്റ്റോൺ ആസ് ഈച്ച് സെക്കൻഡ്. വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദ ടേബിൾ റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് എ ഫ്രീലി ഫാളിംഗ് സ്റ്റോൺ? താഴേക്ക് പതിക്കുന്ന കല്ല് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും എങ്ങനെയാണ് പ്രവേഗം ചിത്രീകരിക്കുന്നത്? ഫസ്റ്റ് 0 സെക്കൻഡ് ആയിരുന്നു, 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു വെലോസിറ്റി, അതായത് റെസ്റ്റിലായിരുന്നു ആ കല്ല്. അതിനുശേഷം 1 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്ക് 10 സെക്കൻഡ് സ്പീഡായി, 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 20 മീറ്റർ സഞ്ചരിച്ചു, 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 30 മീറ്ററായി, 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 40 മീറ്ററായി. സ്റ്റാർട്ടിങ്ങിലുള്ള ടൈം എന്താണ്? 0 ആണ്. സ്റ്റാർട്ടിങ് വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 40 ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആയിരുന്നു, ഫൈനൽ വെലോസിറ്റി 40 ആണ്. ടൈം 4 സെക്കൻഡ്സ് ആണ്. ഇത്രയും ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് ഈ ടേബിൾ നമുക്ക് പൂർത്തിയാക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ദ ഡാറ്റ ഗിവൻ. 0 ടൈമിൽ 0 വെലോസിറ്റി ആയിരുന്നു, 1 സെക്കൻഡ് ആയപ്പോൾ 10 വെലോസിറ്റി ആയി, 2 സെക്കൻഡ് ആകുമ്പോൾ എത്ര വെലോസിറ്റി ആവും? 20 മീറ്റർ പെർ സെക്കൻഡ് ആകും. 3 സെക്കൻഡ്സിലോ എത്ര മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിക്കും? അതെ, 30 മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിക്കും. ഹൗ മച്ച് ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി യു ഓഫ് ദി സ്റ്റോൺ ഹിയർ? കല്ലിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? 0. വാട്ട് അബൌട്ട് ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി? വി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി 40 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 40 ആണ്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ ഓഫ് ദി സ്റ്റോൺ ഇൻ 4 സെക്കൻഡ്സ്? ടൈം 4 സെക്കൻഡ്സ്. ആക്സിലറേഷൻ എ ഈസിക്കൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആക്സിലറേഷൻ എ ഈസിക്കൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് വി മൈനസ് യു. വി മൈനസ് യു ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ വി നമുക്കറിയാം 40 മൈനസ് 0 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 4. എ ഈസിക്കൽ ടു വി മൈനസ് യു ബൈ ടി. നമുക്ക് അങ്ങനെയെങ്കിൽ എ ഈസിക്കൽ ടു 40 മൈനസ് 40 ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം 4. അപ്പോൾ എത്ര കിട്ടും? 40 നിന്ന് 0 പോയാൽ 40 തന്നെയാണ്. 4ഉം 4ഉം വെട്ടിപ്പോകും. അപ്പോൾ 1 10 കിട്ടി അല്ലേ? അപ്പോൾ എ ഈസിക്കൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന ആൻസർ നമുക്ക് കിട്ടി. ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഇതെല്ലാം എഴുതി വെക്കൂ. ഫോർമുലേറ്റ് ദ ഇക്വേഷൻ ഫോർ ഫൈനൽ വെലോസിറ്റി വി ഫ്രം ദ ഇക്വേഷൻ ഓഫ് ആക്സിലറേഷൻ. ഫൈനൽ വെലോസിറ്റി വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി. ദിസ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓർത്തിരിക്കുക, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി. ഇത് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു.
V is equal to U plus AT ഒന്നാം ചലന സമവാക്യം. This is first equation of motion. First equation of motion പഠിച്ചോ? V is equal to U plus AT. Here we have made use of a figure to show the data related to the motion of the stone. Mention any other methods that are employed to show the relationship between various data. ഇവിടെ കല്ലിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണിക്കാൻ ചിത്രത്തെയാണ് ഉപയോഗപ്പെടുത്തിയത്. വിവരങ്ങളെയും അവ തമ്മിലുള്ള ബന്ധത്തെയും കാണിക്കാൻ മറ്റേതെങ്കിലും രീതികൾ ഉപയോഗിക്കാൻ കഴിയുമോ? കഴിയും. ഗ്രാഫുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും അല്ലേ? കുറേ സംഖ്യകൾ ഇങ്ങനെ തന്നാൽ മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പത്തിലല്ലേ ചിത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? അതുപോലെ നമുക്കിവിടെ ഗ്രാഫുകൾ ഉപയോഗിച്ചും പഠിക്കാനായിട്ട് കഴിയും. ഒബ്സർവ് ദ ഗ്രാഫ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഗ്രാഫുകളൊന്ന് നോക്കൂ. One is related to the increase in population and the other performance of a cricket team. ഒരെണ്ണം എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ ഗ്രാഫാണ്, മറ്റൊന്നെന്ന് പറയുന്നത് ക്രിക്കറ്റ് ടീമിൻ്റെ റൺസിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ ഗ്രാഫ് 1, ഇവിടെ ഇയർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്, വർഷവും ജനസംഖ്യയും കൊടുത്തിട്ടുണ്ട്, മറ്റൊന്നിൽ ഓവറും റൺസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് കണക്കാക്കാം? ഇവിടെ ഓരോ ഡോട്ടുകൾ കാണുന്നുണ്ട് അല്ലേ? അതായത് 1960 എത്രയായിരുന്നു വേൾഡ് പോപ്പുലേഷൻ? വേൾഡ് പോപ്പുലേഷൻ ആണല്ലേ. 1960 3 മില്യൺ ആയിരുന്നു. കണ്ടോ, 3 മില്യൺ ആയിരുന്നു വേൾഡ് പോപ്പുലേഷൻ. 1970ക്കും 80ക്കും ഇടയിലല്ലേ അടുത്തത് വരുന്നത്? അതെ. അപ്പോൾ 1975 എത്രയായിരുന്നു? 4 മില്യൺ ആയിരുന്നു വേൾഡ് പോപ്പുലേഷൻ. 1990 5 മില്യൺ ആയിരുന്നു വേൾഡ് പോപ്പുലേഷൻ. ഇതുപോലെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഈസി ആയിട്ട് പിക്ചോറിക്കലി നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതിൻ്റെ ഗ്രാഫ് ഉപയോഗിച്ച്. ഇവിടെ 3നും 4നും ഇടയ്ക്ക് 3.5 ഓവറിൽ എത്ര റൺസ് വന്നു? ഇവിടെ 20 റൺസ് വന്നു അല്ലേ? 7 ഓവറിൽ എത്ര റൺസ് വന്നു? 60 റൺസ് വന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ നിന്ന് കണക്കാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ 2 വാട്ട് ആർ ദ ഇൻഫർമേഷൻ ലിങ്ക്ഡ് ഇൻ ഈച്ച് ഗ്രാഫ്? ഗ്രാഫ് 1 പോപ്പുലേഷനും ഇയറുമാണ്. അപ്പോൾ ഗ്രാഫ് 2 എന്താണ്? റൺസും ഓവറുമാണ്. വാട്ട് ആൾ ഇൻഫർമേഷൻ ഡു യു ഡെസിഫർ ഫ്രം ഈച്ച് ഗ്രാഫ്? എന്തൊക്കെ വിവരങ്ങളാണ് ഓരോ ഗ്രാഫിലും ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ വേൾഡ് പോപ്പുലേഷൻ, ഓരോ വർഷത്തിൽ നടന്ന വേൾഡ് പോപ്പുലേഷനാണ് ഇവിടെ പറയുന്നത്. ഓരോ ഓവറിലും എത്ര റൺസ് എടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഗ്രാഫുകൾ വരച്ച് ചെയ്യുവാനായിട്ട് കഴിയും. സിമിലർലി റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി ദ ഇൻഫർമേഷൻ യു ഗെറ്റ് ഫ്രം ഗ്രാഫ്. അപ്പം നിങ്ങൾക്കും ഗ്രാഫിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം സയൻസ് ഡയറിയിൽ എഴുതുക. മോഷൻ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ, ചലനം ഗ്രാഫിക ചിത്രീകരണം നമുക്ക് നോക്കാം. ഇൻ ദ സെയിം വേ can we represent information related to the motion of an object through a graph? For this we should know some basic facts about a graph. ഒരു വസ്തുവിൻ്റെ ചലനത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളെയും ഇത്തരത്തിൽ ഗ്രാഫിൽ ചിത്രീകരിക്കാൻ കഴിയുമോ? ഇതിനായി ഗ്രാഫിനെ കുറിച്ച് ചില അടിസ്ഥാന വസ്തുതകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് കുറച്ചുകൂടി നോക്കാം. വാട്ട് ഈസ് എ ഗ്രാഫ്? എന്താണ് ഗ്രാഫ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ് ഗ്രാഫ്? ഇവിടെ 2 ലൈൻസ് ആണുള്ളത്. 2 ലൈൻസും ഒരു ഇടത്ത് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ 2 ലൈൻസ് എന്ന് പറയുമ്പോൾ ഇതൊരു എക്സ് ആക്സിസ് ആണ്. ഒരു ലൈൻ എക്സ് ആക്സിസ്, ഇത് പോസിറ്റീവാണ് എക്സ്, ഇത് നെഗറ്റീവാണ്. ഇത് വൈ ആക്സിസ്, വൈ പോസിറ്റീവ്, വൈ നെഗറ്റീവ്. ഇത് എക്സ്, ഇത് എക്സ് ഡാഷ്, എക്സ് റൈസ് ടു 1 എന്നിടുക, എക്സ് ഡാഷ്. വൈ റൈസ് ടു 1 എന്നിടുക, വൈ ഡാഷ് എന്ന് പറയുന്നു. ഇത് സെൻറ്റർ പോയിൻ്റ് ഒറിജിനാണ്. അപ്പോൾ ഇത്രയാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫിൽ നമ്മൾ 2 ലൈൻ വരയ്ക്കുന്നു. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലം ഒറിജിനാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ് എന്ന് പറയുന്നു. ഇതിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ പോസിറ്റീവാണ് സംഖ്യകൾ, ഇവിടെയും പോസിറ്റീവാണ്. ഇവിടെ നെഗറ്റീവ് സംഖ്യകളാണ്, ഇവിടെയും നെഗറ്റീവ് സംഖ്യകളാണ്. ഇവിടെ 1 2 3, 1 2 3 4. ഇവിടെ -1 -2 -3 -1 -2 -3 -4. ഇങ്ങനെയായിരിക്കും നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇനി വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗ്രാഫ്? ഗ്രാഫിൻ്റെ ഉപയോഗം എന്ത്? വി ക്യാൻ ഡെപിക്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് യൂസിങ് എ ഗ്രാഫ് ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻസ് കണക്റ്റിംഗ് ദം
can be formulated. Gaining information using a graph is more simple than obtaining it by mathematical calculation. How can this use be made practical? ഗ്രാഫ് ഉപയോഗിച്ച് അളവുകൾ തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കാനും ഈ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി ഗ്രാഫിൽ നിന്ന് സമവാക്യം രൂപീകരിക്കാനും കഴിയും. ഗണിതക്രിയ വഴി കണ്ടെത്തേണ്ട പല അറിവുകളും എളുപ്പത്തിൽ ഗ്രാഫിൽ നിന്ന് കണ്ടെത്താനാകും. അതായത് ഇവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഗ്രാഫ് ഉപയോഗിച്ച് സംഖ്യകളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതായത് കുറേ സംഖ്യകളുടെ കൂട്ടത്തെക്കാളും ഗ്രാഫിലൂടെ ചിത്രീകരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൊസിഷൻ ടൈം ഗ്രാഫ്. ഓൺ എ ഗ്രാഫ് പേപ്പർ ഡ്രാ ദ ആക്സസ് എക്സ് ഡാഷ് ഒ എക്സ് ആൻഡ് ഒയ് ഡാഷ് ഒ വൈ. ഹിയർ എക്സ് ആക്സിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മാർക്കിംഗ് ടൈം ആൻഡ് ഒയ് ആക്സിസ് ഫോർ പൊസിഷൻ. ഒരു ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുക. എന്താണ് വരയ്ക്കേണ്ടത്? എക്സ് ഡാഷ് ഒ എക്സ്, ഒയ് ഡാഷ് ഒ വൈ. മനസ്സിലായോ? ഒരു എക്സ് ആക്സിസ് വരയ്ക്കുക, ഒരു ഒയ് ആക്സിസ് വരയ്ക്കുക. എക്സിന് എക്സ്, എക്സ് ഡാഷ് നടുക്ക് ഒ, മുകളിൽ ഒയ്, താഴെ ഒയ് ഡാഷ് നടുക്ക് ഒ ആണ്. ഇതാണ് വരയ്ക്കേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം 0, 1, 2, 3 എക്സ് ആക്സിസിലും ഒയ് ആക്സിസിലും എഴുതുക. പോസിറ്റീവ് പാർട്ടിൽ എഴുതുക, എക്സ് ഡാഷ് പാർട്ടല്ല എക്സ് ആക്സിസിൽ എഴുതുക. ഇതാണ് ഇവിടെ പറയുന്നത്. ദിസ് ഗ്രാഫ് ഈസ് നോൺ ആസ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് അഥവാ സ്ഥാനസമയ ഗ്രാഫ് എന്ന് പറയുന്നത്. വൈൽ നെയിമിങ് എ ഗ്രാഫ്, ഗ്രാഫിന് പേര് നൽകുമ്പോൾ വാല്യൂ ഓൺ ദ ഒയ് ആക്സിസ് വിൽ ബി ഗിവൺ ഫസ്റ്റ് ആൻഡ് ദ വാല്യൂ ഓൺ ദ എക്സ് ആക്സിസ് സെക്കൻഡ്. ഒയ് ആക്സിസിലെ ലെറ്റേഴ്സ് ആദ്യം നമ്മൾ എഴുതുക, അതിനുശേഷം എക്സ് ആക്സിസിലെ ലെറ്റേഴ്സ് എഴുതുക. യൂസിങ് ദ ഡാറ്റ ഗിവൺ ഡ്രാ എ പൊസിഷൻ ടൈം ഗ്രാഫ്. താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ചൊരു പൊസിഷൻ ടൈം ഗ്രാഫ് എഴുതുക എന്നാണ് പറയുന്നത്. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് എഴുതുക. നമുക്കിവിടെ കാണാം ഇപ്പോൾ ഒരു ഗ്രാഫ്, ഇതുപോലൊരു പൊസിഷൻ ടൈം ഗ്രാഫ് എഴുതുക. എക്സ്, എക്സ് ഡാഷ്, ഒയ്, ഒയ് ഡാഷ്, ഇതുപോലെ നമ്പേഴ്സ് കൊടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യുക, ഒയ് ആക്സിസിൽ എഴുതുക, അതിനുശേഷം എക്സ് ആക്സിസിൽ എഴുതുക. ഇവിടുത്തെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ പൊസിഷൻ ടൈം ഗ്രാഫ് റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് എ കാർ ഈസ് ഗിവൺ. ഫൈൻഡ് ഔട്ട് ഫ്രം ദ ഗ്രാഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ഇൻ 8 സെക്കൻഡ്. 8 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം നോക്കുക. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, ഇവിടെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ടൈം സെക്കൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പൊസിഷൻ മീറ്ററിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 8 സെക്കൻഡാണ് പറഞ്ഞത്. ഇവിടെ ഒ എന്ന ഒറിജിനിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. 8 സെക്കൻഡിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ടച്ച് ചെയ്യുന്നു, ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. 8 സെക്കൻഡിൽ കാർ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 40 മീറ്റർ. 8 സെക്കൻഡിൽ കാർ സഞ്ചരിച്ച ദൂരം 40 മീറ്റർ. അടുത്തത് നമുക്ക് നോക്കാം, കുറച്ചുകൂടെ വിശദമായിട്ട് ഇവിടെ നമുക്ക് നോക്കാം. ഡ്രാ എ പെർപെൻഡിക്കുലർ ടു ദ പൊസിഷൻ ടൈം ഗ്രാഫ് അറ്റ് ദ 8th സെക്കൻഡ്. ഡസ് നോട്ട് ദിസ് മീറ്റ് ഓൺ ദ ഗ്രാഫ് അറ്റ് എ പോയിന്റ്. 8ാമത്തെ സെക്കൻഡ് സൂചിപ്പിക്കുന്ന ബിന്ദുവിൽ നിന്ന് സമയം രേഖപ്പെടുത്തി എക്സ് അക്ഷത്തിന് ഒരു ലംബം വരയ്ക്കുക. നമുക്കാദ്യം 8ാമത്തെ സെക്കൻഡിൽ നിന്ന് ഒരു ലംബം വരയ്ക്കുക. ഒരു ലംബം വരച്ചു. ഫ്രം ദ പോയിന്റ് വേർ ദ പെർപെൻഡിക്കുലർ മീറ്റ് ദ ഗ്രാഫ് ഡ്രാ അനദർ പെർപെൻഡിക്കുലർ ടു ദ ഒയ്. ഒയ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ എടുത്ത് ഇവിടെ നിന്നും വരയ്ക്കുക. വരച്ചു. ദ വാല്യൂ റെപ്രസെൻറ്റഡ് ബൈ ദ പോയിന്റ് അറ്റ് വിച്ച് ദിസ് പെർപെൻഡിക്കുലർ മീറ്റ്സ്. ഇവിടെ പെർപെൻഡിക്കുലർ എത്തിയ പോയിന്റ് ഏതാണ്? ദ ഒയ് ആക്സിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഒയ് ആക്സിസിൽ കിട്ടിയതാണ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇൻ 8 സെക്കൻഡ് ഈസ്. 8 സെക്കൻഡിൽ കാർ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 8ാമത്തെ സെക്കൻഡിൽ നിന്ന് മുകളിലേക്ക് ഒരു ലംബം വരച്ചു, അത് മീറ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു ലംബം വരച്ചു. എത്ര എത്തി? 40 മീറ്റർ. 40 മീറ്ററാണ് കാർ സഞ്ചരിച്ച ദൂരമെന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ കംപ്ലീറ്റ് ദ ടേബിൾ 2.4 യൂസിങ് ദ ഡാറ്റ ഫ്രം ദ ഫോളോയിങ് പൊസിഷൻ ടൈം ഗ്രാഫ് റിലേറ്റഡ് ടു ദ മോഷൻ ഓഫ് എ കാർ. ഒരു കാറിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട സ്ഥാനസമയ ഗ്രാഫിൻ്റെ വിവരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് നോക്കിയിട്ട് ഫില്ലപ്പ് ചെയ്യുക. 0 സെക്കൻഡിൽ ഇവിടെ നിന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിച്ചു. എന്നാൽ 4ാമത്തെ സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിച്ചു? അതെ, 20 മീറ്റർ സഞ്ചരിച്ചു. എന്നാൽ 6ാമത്തെ സെക്കൻഡിലോ? 6ാമത്തെ സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിച്ചു? 30 മീറ്റർ സഞ്ചരിച്ചു. 8ാമത്തെ സെക്കൻഡിലോ? 8ാമത്തെ സെക്കൻഡിൽ എത്ര സഞ്ചരിച്ചു? അതെ, 40 മീറ്റർ സഞ്ചരിച്ചു. എന്നാൽ 10ാമത്തെ സെക്കൻഡിൽ
എത്ര മീറ്റർ സഞ്ചരിച്ചു? 50 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ നമ്മളിവിടെ പട്ടിക പൂർത്തിയാക്കി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ദ സ്കെയിൽ യൂസിങ് ദ ഗ്രാഫ് ഇൻ ഫിഗർ 2.5 ആൻഡ് ഡ്രാ അനദർ ഗ്രാഫ് ഇൻ ദ ഗ്രാഫ്. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഗ്രാഫ് വരയ്ക്കുക. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന 1 സെക്കൻഡാണ്. അതായത് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്, സെയിം വാല്യൂ തന്നെയാണ്. Y ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 മീറ്ററാണ്. ഇവിടെ 10 മീറ്ററാണ്. 5 മീറ്റർ 1 സെക്കൻഡ് ആണെങ്കിൽ, അപ്പോൾ ഇവിടെ ആദ്യം എക്സ് ആക്സിസ് നമുക്ക് നോക്കാം. സെയിം തന്നെയാണ് വരുന്നത്. Y ആക്സിസിൽ എങ്ങനെ വരും? ഇവിടെ 10 മീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 മീറ്ററാണ്. ഇവിടെ 10 മീറ്ററാണ്. അപ്പോൾ എത്ര വരും? 2 സെൻറ്റിമീറ്റർ അല്ലേ? 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. കമ്പയർ ദ ഗ്രാഫ് ഡ്രാൺ ഇൻ ഫിഗർ 2.6 വിത്ത് ദ ഗ്രാഫ് ഇൻ figure 2.5. What change do you see? For each graph, find out the displacement of the body in 5 seconds. Is there any change in the values? ഈ ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ കണ്ട 2.6, 2.6, 2.5 എന്ന 2 ഗ്രാഫും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കൂ. ഓരോ ഗ്രാഫിൽ നിന്നും 5 സെക്കൻഡ് സമയം കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരമാണ് നമ്മൾ കണ്ടത്. വിലയിൽ വ്യത്യാസം വന്നിട്ടില്ല. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വി യൂസ് സ്കെയിൽസ് while drawing a graph to contain the given measurements on a graph paper. The size of the graph decreases as we increase the scale considered, but the value does not change. തന്നിരിക്കുന്ന അളവുകൾ ഗ്രാഫ് പേപ്പറിൽ ഒതുക്കാവുന്ന രീതിയിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് വരയ്ക്കാമെങ്കിലും മൂല്യത്തിൽ വ്യത്യാസം സംഭവിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. മോഷൻ ഓഫ് എ കാർ ഈസ് ഷോൺ ബിലോ യൂസിങ് എ ഡയഗ്രാം. ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എയിൽ നിന്നൊരു കാറ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിയിൽ 2 സെക്കൻഡിൽ ബിയിലെത്തി 5 മീറ്റർ സഞ്ചരിച്ചു. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും 20 മീറ്റർ സഞ്ചരിച്ചു. 6 സെക്കൻഡ് ആയപ്പോഴേക്കും 26 മീറ്റർ സഞ്ചരിച്ചു. ഈ കാറ് ശരിയായ വേഗത്തിലാണോ സഞ്ചരിക്കുന്നത്? അല്ല, വേഗത കൂടിയും കുറഞ്ഞുമാണ് സഞ്ചരിക്കുന്നത് അല്ലേ? ഇവിടെ ആദ്യം 2 സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിച്ചു. 4 മീറ്ററിൽ 10 മീറ്റർ സഞ്ചരിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? കൂടുതൽ വേഗത്തിൽ സഞ്ചരിച്ചു. 4 സെക്കൻഡിൽ 20 മീറ്റർ എത്തി. പക്ഷേ അടുത്ത 2 സെക്കൻഡിൽ 6 സെക്കൻഡ് ആയപ്പോൾ എത്ര എത്തി? 6 മീറ്ററേ സഞ്ചരിച്ചുള്ളൂ. കുറഞ്ഞു വേഗത. 8 സെക്കൻഡ് ആയപ്പോൾ എന്താണ്? വേഗത കൂടി, 44 മീറ്റർ പോയി. 10 സെക്കൻഡ് ആയപ്പോഴോ 10 സെക്കൻഡ് ആയപ്പോൾ 50 മീറ്റർ ആണ് പോയത്. ഇവിടെ കാർ വേഗത കൂടിയും കുറഞ്ഞുമാണ് പോകുന്നത് അല്ലേ? ടേബിൾ നമുക്ക് പൂർത്തിയാക്കാം. 4 സെക്കൻഡ് ആയപ്പോൾ എത്ര മീറ്റർ പോയി? 20 മീറ്റർ പോയി. 6 സെക്കൻഡ് ആയപ്പോൾ 26 മീറ്റർ. 8 സെക്കൻഡ് ആയപ്പോൾ 44 മീറ്റർ. 10 സെക്കൻഡ് ആയപ്പോൾ 50 മീറ്ററും സഞ്ചരിച്ചു. ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് എഴുതാം. 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ്, 5 മീറ്റർ, 20 മീറ്റർ, 26 മീറ്റർ, 44 മീറ്റർ, 50 മീറ്റർ. ഇങ്ങനെയാണ് കാറ് സഞ്ചരിച്ച ഒരു വേഗത വ്യത്യാസമാണ്. കാറ് സഞ്ചരിച്ച വേഗത വ്യത്യാസമാണ്. നേരത്തെ കണ്ടതും ഇപ്പം കണ്ടതും രണ്ടും സ്ഥാനസമയ ഗ്രാഫ് തന്നെയാണെങ്കിലും രണ്ടിനും വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ടത് ഒരേ സ്പീഡായിരുന്നു, ഒരിക്കലും വ്യത്യാസമുണ്ടായിരുന്നില്ല. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് തന്നെയായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കണ്ട ഗ്രാഫിൽ കാർ സഞ്ചരിച്ച എന്താണ്? വേഗത കൂടുകയും കുറഞ്ഞും ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡല്ല കാർ സഞ്ചരിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. The body will be moving with non-uniform speed when the graph is not in a straight line. സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിനെ സ്ഥാനസമയ ഗ്രാഫ് നേർരേഖയിലായിരിക്കും. നേർരേഖയിലല്ലാത്ത സന്ദർഭങ്ങളിൽ വസ്തു അസമവേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇവിടെ നാം കണ്ടതാണ് നേർരേഖയിലല്ലാത്ത സഞ്ചരിക്കുന്നത് അസമവേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇവിടെ കാറിൻ്റെ സഞ്ചാരം നേർരേഖയിലായിരിക്കും. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 മീറ്റർ സഞ്ചരിച്ചു. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 4 മീറ്റർ സഞ്ചരിച്ചു. 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 6 മീറ്റർ സഞ്ചരിച്ചു. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നേർരേഖയിലായിരിക്കും, അതായത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് സഞ്ചാരം. കാറിൻ്റെ ചലനം ഇവിടെ സ്ഥാനസമയ ഗ്രാഫിൽ കണ്ടത് കോൺസ്റ്റൻറ്റ് സ്പീഡല്ല. ഇവിടെ നാം സമയം രേഖപ്പെടുത്തി, സ്ഥാനം മീറ്ററിൽ നാം രേഖപ്പെടുത്തി. നാം ഇവിടെ കാറിൻ്റെ സഞ്ചാരപാതയാണ് കണ്ടത്. രണ്ടാമത്തേത് 2 സെക്കൻഡിൽ കാർ 5 മീറ്റർ സഞ്ചരിച്ചു. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 20 മീറ്റർ സഞ്ചരിച്ചു. 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 26 മീറ്റർ സഞ്ചരിച്ചു. 8 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 44 മീറ്റർ സഞ്ചരിച്ചു. 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ
കാർ 50 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ ഗ്രാഫ് നമുക്ക് ഈ ഒരു രീതിയിൽ വരയ്ക്കാം. ഇവിടെ കാറിൻ്റെ സഞ്ചാരപാത സ്ട്രെയിറ്റ് ലൈനിലല്ല, അതായത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലല്ല കാറ് സഞ്ചരിച്ചത്. സ്പീഡ് കൂടിയും കുറഞ്ഞുമാണ് ഇവിടെ സഞ്ചരിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സമവേഗത്തിലല്ല കാറ് സഞ്ചരിക്കുന്നത് എങ്കിൽ നേർരേഖയല്ലായിരിക്കും. നേർരേഖയിലാണ് എങ്കിൽ സ്ഥാനസമയ ഗ്രാഫ്, ഇവിടെ നിന്ന് ഏറ്റവും അതിപ്രധാനമായി 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നേർരേഖയിലാണ് ഗ്രാഫ് വരുന്നതെങ്കിൽ വസ്തുവിൻ്റെ സഞ്ചാരം സമവേഗത്തിലായിരിക്കും. 1. 2. വസ്തുവിൻ്റെ സഞ്ചാരം സമവേഗത്തിലല്ലെങ്കിൽ അസമവേഗത്തിലാണെങ്കിൽ നേർരേഖയിലായിരിക്കില്ല ഗ്രാഫ് വരുന്നത്. ഈ 2 കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. യൂസിങ് ദ ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ കാർ ഇൻ 3 സെക്കൻഡ്സ്. 3 സെക്കൻഡിൽ കാർ സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ബൈ ദ കാർ ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 45 മീറ്റർ. 45 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയവും എഴുതുക. വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫ്. ടൈം ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. നേരത്തെ സമയവും സ്ഥാനവുമായിരുന്നു, ഇപ്പോൾ സമയവും പ്രവേഗവുമാണ്. 2 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് വസ്തു സഞ്ചരിക്കുന്നത്. 4 സെക്കൻഡ് ആയപ്പോൾ, ഇവിടെ 4 സെക്കൻഡ് ആയപ്പോൾ എത്രയാണ്? 10. 4 സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്നു. 6 സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. 8 സെക്കൻഡ് ആയപ്പോൾ എത്രയിൽ സഞ്ചരിക്കുന്നു? 10 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ്. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് ഇവിടെ സഞ്ചരിക്കുന്നത് വസ്തു. അപ്പോൾ ഈ ടൈം വെലോസിറ്റി ഗ്രാഫ് ഇതുപോലെ നിങ്ങൾ വരച്ച് നോക്കുക. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഫ്രം ദി ഗ്രാഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് 8th സെക്കൻഡ്? നിങ്ങൾ വരച്ച ഗ്രാഫിൽ 2ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിലുണ്ടായ സ്ഥാനാന്തരം കണക്കാൻ കഴിയുമോ? വി നോ ദാറ്റ്. നമുക്ക് കണക്കാക്കി നോക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ദെയർഫോർ displacement is equal to velocity into time. In this graph, it is equal to AB into AD. Velocity is equal to displacement by time. Displacement is equal to velocity into time. Velocity into time ആണ്. അതായത് വെലോസിറ്റി ഇൻറ്റു ടൈം കണക്കാക്കിയാൽ എന്താണ്? വെലോസിറ്റി ഇവിടുത്തെ വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഇൻറ്റു ടൈം കണക്കാക്കിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അതായത് ഇവിടെ പറയുന്നത് എ ബി ഇൻറ്റു എ ഡി, എ ബി ഇൻറ്റു എ ഡിക്ക് തുല്യമാണ് എ ബി സിയുടെ ഏരിയ. മനസ്സിലായോ? എ ബി ഇൻറ്റു എ ഡിക്ക് തുല്യമാണ് എ ബി സി ഡിയുടെ ഏരിയ ഓഫ് ദി പോർഷൻ ഇവിടെ പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി വിത്തിൻ എ ഡെഫിനിറ്റ് ഇൻ്റർവെൽ ഓഫ് എ ടൈം ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദി പൊസിഷൻ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കുണ്ടായ സ്ഥാനാന്തരം, വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം ഗ്രാഫിൻ്റെ ഈ ഏരിയയ്ക്ക് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി. ഗ്രാഫിൽ സ്ഥാനാന്തരം, പ്രവേഗം തുടങ്ങിയ കണ്ടെത്താൻ കഴിയും എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇനി വിവിധ ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എത്ര ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്? 3 ഇക്വേഷൻസ് ആണ്. ദർ ഹാവ് 3 equations in this chapter. First equation of motion, second equation of motion, third equation of motion. First equation of motion എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നമുക്ക് നോക്കാം. The velocity time graph of an object traveling with uniform acceleration freely falling stone is given below. ഇവിടെ സ്റ്റോണ് സഞ്ചരിക്കുന്ന ഒരു പ്രവേഗ സമയ ഗ്രാഫാണ് കാണുന്നത്. ഇതിൽ T1 നിന്ന് T2 ടൈം വരുന്നത്. ഇവിടെ നിന്നാണ് സഞ്ചരിക്കുന്നത് ഒരു വസ്തു. ഡ്രാ പെർപെൻഡിക്കുലർ ഫ്രം T1 ആൻഡ് T2. T1 നിന്നും T2 നിന്നും ഓരോ പെർപെൻഡിക്കുലർ വരയ്ക്കുക. T1 നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, T2 നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. T1 നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എവിടെ ടച്ച് ചെയ്യുന്നു? Pയിൽ ടച്ച് ചെയ്യുന്നു. മീറ്റ് ഓൺ എ പോയിന്റ് P. T2 നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ Qയിൽ ടച്ച് ചെയ്യുന്നു. ഡ്രാ അനദർ പെർസ്പെക്റ്റീവ് ടു QR ഫ്രം Q. ഇവിടെ നോക്കിയേ, QR ഫ്രം QR എന്ന് പറയുന്ന പെർപെൻഡിക്കുലറിൽ, QR എന്ന് പറയുന്ന ലൈനിൽ എന്ത് ചെയ്യുക? Pയിൽ നിന്ന് ഒരു ലൈൻ പെർപെൻഡിക്കുലർ വരയ്ക്കുക. Pയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ QRലേക്ക് വരയ്ക്കുക. അപ്പോൾ A എന്ന് പറയുന്ന
ബിന്ദുവിൽ എ എന്ന് പറയുന്ന പോർഷനിൽ ടച്ച് ചെയ്യുന്നു. ഇങ്ങനെയെങ്കിൽ പി ക്യു ആർ എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് വെലോസിറ്റി ഓഫ് ബോഡി ആൻഡ് T1 എന്ന് പറയുന്നത് T1 ഇവിടെ നിന്ന് ഇവിടേക്ക് സഞ്ചരിക്കുകയാണ്. പി എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ക്യൂ എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. ഇവിടെ പി എസ് ഈസിക്വൽ ടു എ ആർ. പി എസ് എന്ന് പറയുന്നതും എ ആർ എന്ന് പറയുന്നതും തുല്യമാണ്. പി എസ് ഈസിക്വൽ ടു എ ആർ ഈസിക്വൽ ടു യു. ഇതാണ് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ഇതാണ്. അതായത് ഇത് തന്നെയാണ് ഇനിഷ്യൽ വെലോസിറ്റി. അവിടെ പറയുന്ന പി എസ് ഈസിക്വൽ ടു എ ആർ ഈസിക്വൽ ടു യു. ഇത് തന്നെയാണ് ഇനിഷ്യൽ വെലോസിറ്റി. ക്യു ആർ ഇതാണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ക്യു ആർ ഈസിക്വൽ ടു ഫൈനൽ വെലോസിറ്റി വി. എസ് ആർ ഈസിക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം. എസ് ആർ ഈസിക്വൽ ടു ടി ഈസിക്വൽ ടു T2 മൈനസ് T1 2 സെക്കൻഡ് അല്ലേ? T2 മൈനസ് T1. എ ക്യു അതായത് എ ക്യു എന്ന് പറയുന്നത് ഇതിൻ്റെ അളവ് എങ്ങനെ കിട്ടും? എ ക്യു ഈസിക്വൽ ടു ക്യു ആർ മൈനസ് എ ആർ. ക്യു ആറിൽ നിന്ന് എ ആർ കുറച്ചാൽ എ ക്യു കിട്ടും അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. എ ക്യു ഈസിക്വൽ ടു ക്യു ആർ മൈനസ് എ ആർ ഈസിക്വൽ ടു വി മൈനസ് യു. അതായത് വി എന്ന് പറയുന്നത് ഇതാണ്, യു എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ വി മൈനസ് യു ആണ് എ ക്യു. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് എ ക്യു ഈസിക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടി. എ ക്യു എന്ന് പറയുന്നത് എന്താണ്? എ ക്യു എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. ഇവിടെ നമുക്ക് കാണാം ആക്സിലറേഷൻ ഈസിക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് കിട്ടി, എ ക്യു ആണ്. ടൈം കിട്ടി, എസ് ആർ ആണ്. എ ഈസിക്വൽ ടു എ ക്യു ബൈ എസ് ആർ എന്ന് കിട്ടി. എ ക്യു എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലാസ്റ്റ് കിട്ടി വി മൈനസ് യു. എ ഈസിക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇതിനെ തന്നെയാണ് നമ്മൾ എഴുതുന്നത് എ ടി ഈസിക്വൽ ടു വി മൈനസ് യു എന്ന് എഴുതാം. ഇത് ക്രോസ് അതായത് ഈസിക്വൽ ടുവിന് ഇപ്പുറത്തിരിക്കുന്ന ഡിവൈഡ് ചെയ്യുന്ന ടി ഈസിക്വൽ ടുവിന് ഇപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ആകും. എ ടി ഈസിക്വൽ ടു വി മൈനസ് യു. അങ്ങനെയെങ്കിൽ എ ടി ഈസിക്വൽ ടു വി മൈനസ് യു ആണെങ്കിൽ വി ഈസിക്വൽ ടു യു പ്ലസ് എ ടി. വി ഇവിടെ ഇരിക്കുന്നു, ഈ മൈനസ് യു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് യു ആകും. അപ്പോൾ എ ടി പ്ലസ് യു. അപ്പോൾ യു പ്ലസ് എ ടി, വി ഈസിക്വൽ ടു യു പ്ലസ് എ ടി എന്ന് നമുക്ക് കിട്ടും. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനായി ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എങ്ങനെയാണ് കിട്ടിയതെന്ന്. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ നോക്കുകയാണ്. സ്ഥാനസമയബന്ധം കാണിക്കുന്ന സമവാക്യമാണ് രണ്ടാമത്തെ ചലനസമവാക്യം. തന്നിരിക്കുന്ന ചിത്രം പ്രവേഗ സമയ ഗ്രാഫിൽ നിന്ന് എസ് മുതൽ ആറ് വരെയുള്ള ഇടവേളയിലെ സ്ഥാനാന്തരം കണക്കാക്കാൻ എക്സ് ആക്സിസിലെ എസ് ആർ എന്നീ ബിന്ദുക്കളിൽ നിന്നും ലംബങ്ങൾ പ്രവേഗ സമയ ഗ്രാഫിലേക്ക് വരയ്ക്കുക. ചതുർഭുജം വരയ്ക്കുക. ഈ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് സംഖ്യാപരമായി സ്ഥാനാന്തരത്തിന് തുല്യമായിരിക്കും. ഇപ്രകാരം ലഭിച്ച ചതുർഭുജമാണിത്. അതുകൊണ്ട് എസ് മുതൽ ആറ് വരെയുള്ള ഇടവേളയിലെ സ്ഥാനാന്തരം കണക്കാക്കാൻ പി ക്യു ആർ എസ് എന്ന ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടാൽ മതി. ചതുർഭുജം പി ക്യു ആർ എസ് ഒരു ലംബകമാണ്. ലംബകത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യമാണ് എ ഈസിക്വൽ ടു എന്താണ്? ഹാഫ് ബി എച്ച്. ബി എച്ച് എന്ന് പറയുമ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? എയും ബിയുടെയാണ്. അതായത് എ ബി എന്നീ സമാന്തര വശങ്ങളുടെ അളവും ഹെച്ചും തമ്മിലുള്ള അകലവുമാണ് ഹാഫ് ബി എച്ച്. അപ്പോൾ സ്ഥാനാന്തരം ഈസിക്വൽ ടു ചതുർഭുജം പി ക്യു ആർ എസിൻ്റെ പരപ്പളവ് ഈസിക്വൽ ടു ഹാഫ് എസ് ആർ. ഹെച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹെച്ച് എന്ന് പറയുന്നത് എസ് ആർ ആണ്. ഹാഫ് എസ് ആർ ഇൻറ്റു എ പ്ലസ് ബി. എ എന്താണ്? പി എസ് പ്ലസ് ക്യു ആർ. അപ്പോൾ എ പ്ലസ് ബി കിട്ടി. പി എസ് പ്ലസ് ക്യു ആർ ഇതാണ് ഇവിടെ കാണുന്നത്. പി എസ് എന്ന് പറയുന്നത് പി എസ് ഈസിക്വൽ ടു യു ആണ്. ഇതാണ് പി എസ് ഈസിക്വൽ ടു ഇതാണ് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റി വി ആണ്. എസ് ആർ എന്ന് പറയുന്നത് ടൈം ടി ആണ്. നമ്മൾ ഗ്രാഫിൽ വരച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഗ്രാഫ് ഒന്ന് നിങ്ങളൊരു ഗ്രാഫിൽ വരയ്ക്കുക. എന്നീ വിലകൾ സമവാക്യത്തിൽ ആരോപിച്ചാൽ സ്ഥാനാന്തരം ഹാഫ് ടി ഇൻറ്റു ഹാഫ് ഇതെന്താണ്? സമയം ടി ഇൻറ്റു യു ഏതാണ്? പി എസ് യു പ്ലസ് വി. ഇവിടെ മനസ്സിലായോ? എസ് ആർ എന്ന് പറയുന്ന ടി ആണ്. ഹാഫ് ഇതിനെ തന്നെയാണ് ഇവിടെ എഴുതിയത്. ഈ എ ഈസിക്വൽ ടു ഹാഫ് ബി എച്ച് ആണ്. എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ് ഇവിടെ എഴുതിയത്. ഈസിക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് എ ടി ഈസിക്വൽ ടു ഹാഫ് ടി ഇൻറ്റു 2u പ്ലസ് എ ടി. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. ഹാഫ് ടി ഇൻറ്റു 2u പ്ലസ് ഹാഫ് ടി ഇൻറ്റു എ ടി.
ആണല്ലോ. ഈസ് ഈക്വൽ ടു 2u ഇൻറ്റു ഹാഫ് ടി എത്രയാണ്? യു ടി തന്നെയാണ്. അതായത് ഹാഫ് ടി ഇൻറ്റു 2u ഓൺ യു ടി, അതായത് യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു എ ടി, ഹാഫ് എ ടി സ്ക്വയർ. എസ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി സ്ഥാനാന്തര ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദിസ് ഈസ് ദി സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മോഷൻ. അതായത് ഇതാണ് രണ്ടാം ചലന സമവാക്യം. അപ്പോൾ നമുക്ക് രണ്ടാം ചലന സമവാക്യം എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷനാണ്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷനാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്നും സ്ഥാനാന്തരം ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എസ് ഈസിക്വൽ ടു ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി. വസ്തുവിൻ്റെ ത്വരണം എ ഈസിക്വൽ ടു നേരത്തെ നമ്മൾ പഠിച്ചു എ ഈസിക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണല്ലോ. ഇതിൽ നിന്ന് ടി ഈസിക്വൽ ടു വി മൈനസ് യു ബൈ എ എന്ന് എഴുതാം. ഇത് മുകളിലത്തെ സമവാക്യത്തിൽ ആരോപിച്ചാൽ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. എസ് ഈസിക്വൽ ടു ഹാഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് വി മൈനസ് യു ബൈ എ. ഇവിടെ നമ്മൾ വി മൈനസ് യു ബൈ എ എഴുതി. അത് കഴിഞ്ഞ് ബ്രാക്കറ്റിലേക്ക് യു, ഇവിടെ നമുക്ക് യു പ്ലസ് വി, ഇതിനാണ് വി പ്ലസ് യു എന്ന് തിരിച്ച് എഴുതിയിട്ടുണ്ട്. യു പ്ലസ് വി എഴുതിയിട്ടുണ്ട്. ഈസിക്വൽ ടു ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു ബൈ എ എന്ന് എഴുതാം. ഈസിക്വൽ ടു വി ഇൻറ്റു വി, വി സ്ക്വയർ മൈനസ് യു ഇൻറ്റു യു, യു സ്ക്വയർ ബൈ 2a. ദാറ്റ് ഈസ് 2as. നമുക്ക് 2a ഇൻറ്റു എസ്, 2a ഇൻറ്റു എസ് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. നമുക്ക് ഇവിടെ ഈസിക്വലിനും ഇപ്പുറത്ത് എസ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡിവിഷൻ എന്ത് ചെയ്യും? ഇപ്പുറത്ത് ഈസിക്വലിനും ഇപ്പുറത്ത് വരുമ്പോൾ 2a ഈസിക്വൽ ടുവിന് ഇപ്പുറത്ത് വരുമ്പോഴേക്ക് മൾട്ടിപ്ലിക്കേഷൻ ആവും. അങ്ങനെയാണെങ്കിൽ 2as ഈസിക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ ഇപ്പുറത്ത് വന്നാൽ വി സ്ക്വയർ ഈസിക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, വി സ്ക്വയർ പ്ലസ് 2as. മനസ്സിലായോ? വി സ്ക്വയർ ഈസിക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ലെറ്റ്സ് നൗ കൺസോൾഡേറ്റ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ. എസ് ഈസിക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസിക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈസിക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് മൊത്തത്തിലുള്ള 3 ഇക്വേഷൻ ഓഫ് മോഷൻസ്. ദീസ് ഇക്വേഷൻസ് ആർ ആപ്ലിക്കബിൾ ഓൺലി ടു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഡിഫറൻറ്റ് ആക്സിലറേറ്റഡ് മോഷനിൽ പറ്റത്തില്ല. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദ വെലോസിറ്റി ഓഫ് എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഈസ് 20 meter per second. 4th second and 40 meter per second is the 8th second. What is the distance travelled by the body between the 4th and 8th second? 4th സെക്കൻഡിൽ 20 meter per second, 8th സെക്കൻഡിൽ 40 meter per second ഉണ്ടായിരുന്നു. എന്നാൽ 4th and 8th സെക്കൻഡിലുള്ള ട്രാവൽഡ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാർട്ടിംഗ് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി 4th സെക്കൻഡിലെയാണ് നമ്മൾ എടുക്കേണ്ടത്. വെലോസിറ്റി അറ്റ് ദ 4th സെക്കൻഡ് യു ഈസിക്വൽ ടു 20 meter per second. ഫൈനൽ വെലോസിറ്റി 8th സെക്കൻഡിൽ എത്രയായിരുന്നു? വെലോസിറ്റി വി ഈസിക്വൽ ടു 40 meter per second. ആക്സിലറേഷൻ എ ഈസിക്വൽ ടു വി മൈനസ് യു ബൈ ടി ഈസിക്വൽ ടു 40 മൈനസ് യു ഈസിക്വൽ ടു 20 ഡിവൈഡഡ് ബൈ ടൈം ടി ഈസിക്വൽ ടു 4 ഈസിക്വൽ ടു 20 by 4 ഈസിക്വൽ ടു 5 meter per second square. ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസിക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദിസ് ഈസ് ദി സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. യു മീൻസ് 20 ഇൻറ്റു ടി, ടൈം 4 seconds പ്ലസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു ടൈം ടി സ്ക്വയർ 4 square. 20 into 4 80 plus 16 into 5 18 divided by 2 40. 80 plus 40 120 meter. This is the final answer. Next, second question. A car came to rest when brake was applied for 4 seconds to get a retardation of 3 meter per second square. Calculate how far the car would have travelled after applying the brake. Retardation means നെഗറ്റീവ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചു റിട്ടാർഡേഷൻ മീൻസ് നെഗറ്റീവ് ആണ്. എ ഈസിക്വൽ ടു ആക്സിലറേഷൻ എ ഈസിക്വൽ ടു -3 meter per second square. റിട്ടാർഡേഷൻ 3 meter per second square. എ ഈസിക്വൽ ടു -3 meter per second square. ടി ടൈം ഈസിക്വൽ ടു 4 seconds. At last the car is at rest. That means
final velocity is equal to v is equal to 0. v is equal to u plus at. Equal to ഇപ്പുറത്ത് വരുമ്പോഴേക്ക് minus u is equal to at. a means minus 3 into t 4 plus v is equal to 0. നെഗറ്റീവ് ക്യാൻസലായി u is equal to 12 meter per second എന്ന ആൻസർ നമുക്ക് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ കാർ s is equal to ut plus half at square is equal to u means 12. u we can find out 12 into time t 4 second plus half a is equal to minus 3 into 16, that is 12 into 4 48 plus minus 3 into 16 48 divided by 2 minus 24, 48 minus 24 is equal to 24 meter. That is the final answer. If the velocity of a car moving with a uniform velocity changes from 20 meter per second to 40 meter per second in 5 seconds, what is the acceleration of the car? What is the displacement by the car during this time interval? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ്, എ കണ്ടുപിടിക്കണം. രണ്ടാമത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് കണ്ടുപിടിക്കണം. ആദ്യം എ കണ്ടുപിടിക്കാം. യു ഇനിഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്, ടി ടൈം 5 സെക്കൻഡ്. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി, 40 മൈനസ് 20 by 5, 20 by 5 is equal to 4 meter per second square. This is the answer. A. We can find out the acceleration. Displacement of the car is equal to ut plus half at square. S is equal to u. U means 20. T 5 half into a. A means 4. T 5 into square. 20 into 5 100. 100 plus 25 into 400 divided by 2 50. 100 plus 50 150 meter. This is the final answer. If the velocity of a train starting from rest becomes 72 km per hour in 10 minutes, what is its acceleration? A കണ്ടുപിടിക്കണം, acceleration കണ്ടുപിടിക്കണം. Calculate the distance traveled by the train within this time interval. Distance, displacement അഥവാ s നമുക്ക് കണ്ടുപിടിക്കണം. ഹിയർ u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. ഫൈനൽ വെലോസിറ്റി 72 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്ററിനെ മീറ്ററിലാക്കുമ്പോൾ ഇപ്പോൾ 72 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 1 മണിക്കൂർ 60 മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അപ്പോൾ അവറിനെ സെക്കൻഡിലോട്ടാക്കാൻ 60 ഇൻറ്റു 60 ഈസിക്കൽ ടു, ഇവിടെ 0 വെട്ടിപ്പോകുന്നു. ഇവിടെ 2 0 വെട്ടിപ്പോയി. 72 ഇൻറ്റു 10 720 ഡിവൈഡ് ബൈ 36 36. അപ്പോൾ നമുക്ക് 720 ഡിവൈഡ് ബൈ 36 ഈസിക്കൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. ടി ഈസിക്കൽ ടു 10 മിനിറ്റ്, ദാറ്റ് ഇസ് 600 seconds. Acceleration a is equal to v minus u by t is equal to 20 meter per second minus 0 divided by 600 is equal to 1 by 30 meter per second square. This is the answer. Second question, v square is equal to u square plus 2as. v square, v means 20 meter per second, 20 whole square is equal to u 0 square plus 2 into a 1 by 13 into s. 20 square 400 is equal to 0 square 0 plus 2 into 15, 13 into 2 വെട്ടിപ്പോവും 15, 1 by 15 into s. s is equal to 400 into 15 is equal to 6000 meter, that is 6 kilometer. 6 kilometer is the final answer. Next question, a car starting from rest travels 100 meter in 5 seconds with uniform acceleration. Find the acceleration of the car. A ആണ് കണ്ടുപിടിക്കേണ്ടത്, ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. u is equal to 0, ഇനിഷ്യൽ വെലോസിറ്റി 0, ടൈം 5 seconds. s is equal to 100 meter. s is equal to ut plus half at square. That means s is equal to 100 is equal to 0 into t 5 plus half into a into time 5 square is equal to 100 is equal to 0 plus half into a 25. 2 into 100, 200 is equal to a into 25. That is 200 divided by 25 is equal to a. A is equal to 8 meter per second square. That is the answer. An object starting from rest
travels with an acceleration of 5 meter per second square. What will be its velocity after 3 seconds? Velocity ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട v ആണ്. ഇനിഷ്യൽ വെലോസിറ്റി u is equal to 0, a is equal to 5 meter per second square, t time is equal to 3 second, v is equal to u plus at. v is equal to 0 plus 5 into 3, that is v is equal to 15 meter per second. That is the final answer. Complete the table using graph. ഇവിടെ കാണുന്ന ഗ്രാഫ് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ എഴുതുക. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ 0 മുതൽ 2 വരെ വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണുന്നത്. ഇവിടെ വരുന്നിട്ട് 0 മുതൽ 4 സെക്കൻഡ് വരെയുള്ള വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ട്രയാങ്കിൾ ഒ എസ് പി ഈ ട്രയാങ്കിളിൻ്റെ പരപ്പളവ് ഏരിയയാണ് കാണുന്നത്. ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒ ആർ ക്യു ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണേണ്ടത്. അതുപോലെ എസ് പി ക്യു ആർ ഇതിൻ്റെ ചുറ്റളവ്, അതായത് ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, എസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4 പ്ലസ് ഹാഫ് 30 ഇൻറ്റു 4 സ്ക്വയർ, എസ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 15 ഇൻറ്റു 16 248 നമുക്ക് കിട്ടും. ഇവിടെ ബി എച്ച് പ്ലസ് ഹാഫ് ബി എച്ച് 2 ഇൻറ്റു 20 പ്ലസ് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 20 40 ഇൻറ്റു 20 60 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെൻ വി ഡ്രാ perpendicular to the graph from the time specified, we get a geometrical shape. The area of this geometrical shape will give displacement in the specific time travel. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിന്ന് പ്രത്യേക സമയ ഇടവേളകളിലെ സ്ഥാനാന്തരം കണക്കാക്കാൻ ആ സമയങ്ങളിൽ നിന്ന് പ്രവേഗ സമയ ഗ്രാഫിലേക്ക് ലംബങ്ങൾ വരച്ചാൽ കിട്ടുന്ന ജാമിതീയ രൂപത്തിൻ്റെ പരപ്പളവ് കണ്ടാൽ മതി. ഈ പാഠത്തിൻ്റെ ആദ്യം നമ്മൾ കണ്ടു തെങ്ങിൻ്റെ ഉയരം കണ്ടെത്തുന്നതിനായി തേങ്ങയുടെ സ്ഥാനാന്തരം കണ്ടെത്തിയാൽ മതിയെന്ന്. തേങ്ങയുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ തേങ്ങ പതിക്കാൻ 2 സെക്കൻഡ് സമയം എടുത്തെങ്കിൽ 20 മീറ്റർ ആയിരിക്കും ഉത്തരവെന്ന് കിട്ടുന്നത്. ലെറ്റ് അസസ് ഡ്രാ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇത് വെച്ചിട്ടൊരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറയുന്നത്. നമുക്കിതുപോലൊരു ഗ്രാഫ് വരയ്ക്കുക. വരച്ചിട്ട് നമ്പേഴ്സ് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ ഒന്നാമത്തത് 3 സെക്കൻഡിൽ 5 പൊസിഷൻ, 6 സെക്കൻഡ് ആയപ്പോൾ 10 ആണ് മീറ്റർ എത്തി. 9 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്ക് 15 സെക്കൻഡിലേക്ക് എത്തി. 12 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്ക് 12 സെക്കൻഡ് ആയപ്പോൾ 20 മീറ്റർ ദൂരം സഞ്ചരിച്ചു. 15 മിനിറ്റ് ആയപ്പോഴേക്ക് 25 മീറ്റർ ദൂരം സഞ്ചരിച്ചു. 18 മിനിറ്റ് ആയപ്പോൾ 30 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ഇതിനെ ചേർത്തിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഇതാണ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഇതുപോലെ വരച്ച് ചെയ്യുക. അടുത്ത ഗ്രാഫിലോട്ട് നമുക്ക് പോകാം. ഡ്രാ സ്പീഡ് ടൈം ഗ്രാഫ്. വേഗ സമയ ഗ്രാഫാണ് ഇവിടെ നമ്മൾ വരയ്ക്കുന്നത്. നേരത്തെ പോലെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൽ സമയങ്ങളും വേഗതയുമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ സമയം, ഇവിടെ വേഗതയാണ് എഴുതേണ്ടത്. ആദ്യം നമ്പേഴ്സ് എഴുതുക. അതിനുശേഷം ഓരോന്നും അടയാളപ്പെടുത്തുക. 0 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു വേഗത. അടുത്ത 2 സെക്കൻഡിൽ 15, 4 സെക്കൻഡിൽ 20, 6 സെക്കൻഡിൽ 20, 8 സെക്കൻഡിൽ 20, 10 സെക്കൻഡിൽ 15. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിനെ ചേർത്ത് വരയ്ക്കുക. ഒരു ഗ്രാഫ് വരയ്ക്കുക. ഇതുപോലെ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഗ്രാഫ് പരിശോധിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈസ് ദ മോഷൻ ഓഫ് ദ ഓബ്ജക്റ്റ് ഈസ് യൂണിഫോം ഓർ നോൺ യൂണിഫോം? ഈ മോഷൻ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? ഇത് മുതൽ ഇതുവരെ ആയിരുന്നുവെങ്കിൽ യൂണിഫോം ആയിരുന്നു. ഇത് മുതൽ ഇതുവരെ യൂണിഫോം ആണ്. പക്ഷേ ഇങ്ങോട്ട് എന്ത് ചെയ്തു? താഴ്ന്നു പോയി അല്ലേ? ഇതൊരു നോൺ യൂണിഫോം മോഷനാണ്. സേ വെദർ ദ ആക്സിലറേഷൻ ഫ്രം O to A ഈസ് യൂണിഫോം. വാട്ട് അബൌട്ട് ഫ്രം A to B? ഇത് മുതൽ ഇതുവരെ യൂണിഫോം ആണ്. ഇത് മുതൽ ഇതുവരെയോ? രണ്ടും യൂണിഫോം ആണ്. ഇത് മുതൽ ഇതുവരെയും യൂണിഫോം ആണ്. ഇത് മുതൽ ഇതുവരെ ചോദിച്ചാലും യൂണിഫോം. ഇത് മുതൽ ഇതുവരെ ചോദിച്ചിരുന്നു എന്നാണ് നോൺ യൂണിഫോം ആയിരുന്നു അല്ലേ? ഇതിപ്പോൾ യൂണിഫോം മോഷൻ ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ അനലൈസിങ് ദ ഗ്രാഫ്. ഗ്രാഫിലെ വസ്തുവിൻ്റെ സ്ഥാനവും ചലനത്തിൻ്റെ സ്വഭാവമാണ്. ഫ്രം A to B വെലോസിറ്റി ഇൻക്രീസ്. എ നിന്ന് ബിയിലേക്ക് പോയപ്പോൾ എന്താണ്? വെലോസിറ്റി ഇൻക്രീസ് ആയി.
ബിയിൽ നിന്ന് സിയിലേക്കോ ഈക്വൽ വെലോസിറ്റി, സിയിൽ നിന്ന് ഡിയിലേക്കോ ഡിക്രീസ് വെലോസിറ്റി. അപ്പോൾ ഇതും സിമ്പിളാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ഈസ് 72 km/h 20 m/s ആഫ്റ്റർ 5 minutes, ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ ദിസ് ടൈം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ആക്സിലറേഷൻ എ കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് കണ്ടുപിടിക്കണം. യു ഈസ് ഈക്വൽ ടു 0, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ടൈം 5 minutes ആണ്, ദാറ്റ് ഈസ് 5 × 60 300 seconds ആണ്. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി 20 m/s. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അങ്ങനെയെങ്കിൽ എ ഈസ് ഈക്വൽ ടു വി എന്താണ് 20 20 മൈനസ് 0/300. എ ഈസ് ഈക്വൽ ടു 20/300. 0 പോവും, 30 2 പോയി 15. ആൻസർ എ ഈസ് ഈക്വൽ ടു 1/15 m/s². അപ്പോൾ നമുക്ക് അടുത്ത് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ഈസ് ഈക്വൽ ടു 0 × 300. യു 0 ആണ്, ടി 300 ആണ്. യു 0 × 300 പ്ലസ് 1/2 × 1/15 × 300². എസ് ഈസ് ഈക്വൽ ടു ഇവിടെ 0 ആവും. 1/15 × 2 13, 15 × 2 30, 1/30 × 300². എസ് ഈസ് ഈക്വൽ ടു 1/30 × 90,000. 0 0 വെട്ടി 3 9 വെട്ടി 3 വന്നു 3000. എസ് ഈസ് ഈക്വൽ ടു 3000 meter, ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു 3 km ഈസ് ദി ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 54 km/h, ദാറ്റ് ഈസ് 15 m/s within 5 seconds from an initial velocity of 18 km/h 5 m/s. കാൽക്കുലേറ്റ് ഇറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നാം കാണേണ്ടത് ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. എ ഈസ് ഈക്വൽ ടു എന്താണ്, എസ് ഈസ് ഈക്വൽ ടു എന്താണ്. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 5 m/s തന്നിട്ടുണ്ട്, വി ഫൈനൽ വെലോസിറ്റി 15 m/s തന്നിട്ടുണ്ട്, ടി 5 seconds ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. എ ഈസ് ഈക്വൽ ടു 15 - 5 എ ഈസ് ഈക്വൽ ടു 10/5. 15 - 5 10. എ ഈസ് ഈക്വൽ ടു 2 m/s². Then S is equal to ut plus half at square. S is equal to ut. U means 5. T means 5. 5 × 5 plus half into 2 × 5 square. 2 means A. A is 2. Then S is equal to 5 × 5 25 plus 1/2 × 2 × 25. S is equal to 25 plus 1/2 × 25 × 2 50. 2 15 വെട്ടി 25. 25 plus 25. S is equal to 50 meter. That is the final answer. Then അനലൈസ് ദ ഗ്രാഫ് ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകൾ നോക്കുക. വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് യൂണിഫോം വെലോസിറ്റി. ഇതിൽ ഏതാണ് യൂണിഫോം വെലോസിറ്റി? യൂണിഫോം വെലോസിറ്റി ഇതാണ്. യൂണിഫോം ഒറ്റതായിട്ട് വെലോസിറ്റിയിൽ പോകുന്നു. യൂണിഫോം വെലോസിറ്റി ഇതാണ്. ദാറ്റ് ഈസ് ആൻസർ. ദെൻ വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. നോൺ യൂണിഫോം ആക്സിലറേഷൻ ഏതാണ്? ഇതാണ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. ആക്സിലറേഷൻ യൂണിഫോം അല്ല, കൂടിയും കുറഞ്ഞും പോവുകയാണ്. അടുത്തത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് എ മൂവിങ് കാർ ഫ്രം റെസ്റ്റ് ഈസ് ഗിവൺ. ഡ്രാ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് റിലേറ്റഡ് ടു ദി മോഷൻ ഓഫ് ദിസ് കാർ ആൻഡ് നോട്ട് ഡൗൺ ഇൻ ദ പെർപെൻഡിക്കുലാരിറ്റീസ്. അപ്പോൾ ഇതും നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറിൻ്റെ ദൂരസ്ഥാന ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഈ കാറിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട് വേഗസമയ ഗ്രാഫ് വരച്ച് സവിശേഷതകൾ എഴുതുക. ഇതിൻ്റെ സെയിം തന്നെ ഇവിടെ സമയവും ഇവിടെ വേഗതയുമാണ് എഴുതേണ്ടത്. വേഗസമയ ഗ്രാഫാണ് എഴുതേണ്ടത്, വെലോസിറ്റിയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു പാഠം മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോകൾ നന്നായിട്ട് പഠിക്കുക, വീഡിയോകൾ ആവർത്തിച്ച് കാണുക, നന്നായിട്ട് പഠിക്കുക. വീഡിയോകൾ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത പാഠത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.